എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ, ഒരു തൈര് കറിയാണ് കേട്ടോ. അതായത് നമ്മുടെ പച്ചടി പോലെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണിത്. ചോറിന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തൊടുകറിയായത്. പച്ചടി പോലെ ആണെങ്കിലും പച്ചടിയുടെ ടേസ്റ്റ് അല്ല ഇതിന് വേറൊരു ടേസ്റ്റ് ആയത്. കുട്ടികൾക്കടക്കം എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം എങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട്. പിന്നെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് കമൻസ് ഒക്കെ പറയണം കേട്ടോ. ആദ്യം നമുക്ക് നന്നായിട്ട് ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കിത് താളിച്ചൊഴിക്കാനുള്ള ഐറ്റംസാണ് ആദ്യം തയ്യാറാക്കുന്നത് കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഒരു 1/4 കപ്പ് സവോള, ഏകദേശം ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് നുറുക്കിയെടുത്താൽ മതി. ഒരു 1/4 കപ്പ് ഉണ്ടാവും. അത് ചെറുതായിട്ട് നൈസായിട്ട് നുറുക്കിയത്. ഒരുപാട് കട്ടി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. കട്ടി തീരെ കുറച്ച് വേണം നമ്മൾ സവോള അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി കൊത്തി നുറുക്കിയത് അതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഞാൻ 2 അല്ലി വലിയ വെളുത്തുള്ളിയാണ്, വലിയ അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടാണ് ഇട്ട് കൊടുത്തത്. പിന്നെ പച്ചമുളക് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇത്ര ഐറ്റംസ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു തക്കാളി, നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് നുറുക്കിയത്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വേകണം. ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട, ചെറുതായിട്ടൊന്ന് വേകുന്ന വരെ നമുക്കൊന്ന് മൂടി വെക്കാം. തക്കാളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മല്ലിയില, ഒരു പിടി മല്ലിയില ചെറുതായിട്ട് കൊത്തി നുറുക്കിയത്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം. ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മല്ലിയില, അപ്പോഴേ ആ മണം നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. ഇനി ഈ കൂട്ടൊന്ന് തണുക്കണം, ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ. തണുത്തതിന് ശേഷം വേണം ഇതിൻ്റെ അകത്തേക്ക് തൈര് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ചൂടോട് കൂടി തന്നെ മിക്സ് ചെയ്യല്ലോ കേട്ടോ. നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് ആ മിക്സിലേക്ക് 2 കപ്പ് തൈര് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല കട്ട തൈര് ഇത് വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പം നമ്മുടെ മിക്സ് നന്നായിട്ട് തണുത്തു. ഇതിനകത്തേക്ക് തൈര് ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. തൈര് നന്നായിട്ട് ഉടഞ്ഞു പോകുമെന്നും വേണ്ട, ഈ കഷ്ണങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ തന്നെ തൈര് നന്നായിട്ടൊന്ന് ലൂസാവും. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നേരത്തെ അത് വഴറ്റിയ സമയത്തൊന്നും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ തൈര് കറി റെഡിയായി. ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾ പച്ചടിയൊന്നും പിന്നെ കഴിക്കാൻ നിൽക്കില്ല, എപ്പോഴും ഇത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കും. അത്രയും ടേസ്റ്റുള്ള ഒരു നല്ലൊരു ചോറിന് പറ്റുന്ന സൈഡ് ഡിഷാണിത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻസൊക്കെ പറയുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വേറെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.